കൊച്ചിയിൽ എയർ ഹോൺ പരിശോധന ശക്തം. അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം MVD പരിശോധിക്കുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്ത എയർ ഹോൺ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, എന്താണ് പെട്ടെന്ന് ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കാനുള്ള കാരണം? MVD വീണ്ടും ഒരു പുതിയൊരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. എയർഹോൺ അടക്കം പരിശോധന ശക്തമാക്കി. പിടിച്ചെടുത്ത എയർഹോണുകളെല്ലാം റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്താണ് ഈ പെട്ടെന്നുള്ള ഒരു നടപടിയുടെ പിന്നിൽ? രേണുക, ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി എയർഹോൺ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന വാഹനങ്ങളിലടക്കം തന്നെ എയർഹോൺ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 211 വാഹനങ്ങളിൽ നിന്നായി 4,48,000 എയർഹോണുകളായിരുന്നു MVD പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളടക്കം തന്നെ MVDയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു പരിശോധന ഉണ്ടാകാനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി നടത്തിയ പ്രസ്താവന തന്നെയായിരുന്നു. ഗതാഗത മന്ത്രിയും കൂടാതെ ഹൈക്കോടതി ജഡ്ജിക്കടക്കം തന്നെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ എയർഹോൺ സംവിധാനം പ്രവർത്തിക്കുന്നു. അത് പിന്നീട് ഗതാഗത മന്ത്രി ഗതാഗത കമ്മീഷണറോട് ചോദിക്കുന്നു, അതിന്റെ വിശദീകരണം ചോദിക്കുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായി വീണ്ടും എയർഹോൺ പരിശോധന MVD ശക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി എയർഹോണുകളായിരുന്നു MVDയുടെ നേതൃത്വത്തിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പിടികൂടിയ എയർഹോൺ എന്ത് ചെയ്യണമെന്നത് ഒരു ആശങ്ക തന്നെയായിരുന്നു. അതിനും ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ്. അതിനാണ് പിന്നീട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഗതാഗത കമ്മീഷണർ ഒരു സന്ദേശം അയക്കുന്നു. പിടിച്ചെടുത്ത എയർഹോണുകൾ നശിപ്പിക്കണം, ആ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകണം, അത് വലിയ രീതിയിലുള്ള ഒരു സന്ദേശമാകുമെന്നൊരു നിർദ്ദേശമടക്കം തന്നെ ഗതാഗത കമ്മീഷണർ നൽകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പിടിച്ചെടുത്ത എയർഹോണുകൾ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോളർ ഉപയോഗിച്ചുകൊണ്ടാണ് നശിപ്പിക്കുന്നത്. ഏകദേശം 20ഓളം എയർഹോണുകളാണുള്ളത്. അതാണ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നത്. ഈ 20ഓളം എയർഹോണുകൾ എന്തിനാണ് ഈ റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് എന്നതും ഒരു കൗതുകം തന്നെയാണ്. കാരണം ഒരു സന്ദേശമാണ് ഇതിലൂടെ സമൂഹത്തിന് നൽകുന്നതെന്നാണ് MVD അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഗതാഗത മന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. നേരത്തെയും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ എയർഹോൺ ആളുകളെ അരോചകപ്പെടുത്തുന്നു, അതുമായി ബന്ധപ്പെട്ട് ഈ എയർഹോൺ നശിപ്പിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ മുൻപും ഗതാഗത മന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എയർഹോണുകൾ ബസ്സുകളിലും വാഹനങ്ങളിലും മറ്റും പുനഃസ്ഥാപിക്കുന്ന നിലയിലേക്ക് അടക്കം പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എയർഹോൺ വിമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പദ്ധതി ഒട്ടേറെ പരിശോധനകൾ നടത്തുകയും നിരവധി വാഹനങ്ങളിൽ നിന്നായി എയർഹോൺ കണ്ടെത്തുകയും പിഴ ഈടാക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ പരിശോധന സംഘം പിന്മാറിയതോടെ വീണ്ടും ഈ എയർഹോണുകൾ സജീവമാവുകയും അത് അരോചകപ്പെടുത്തുകയും നിരവധി ആളുകൾക്ക് അതുമൂലം ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി നിർദ്ദേശം വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും MVD പരിശോധന ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ പരിശോധന നടത്തുകയാണ്. ഇതിപ്പോൾ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലായി ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ പിടിച്ചെടുത്ത എയർഹോണുകൾ റോളർ ഉപയോഗിച്ച് നശിപ്പിക്കും എന്ന് തന്നെയാണ് MVD വ്യക്തമാക്കുന്നത്. ശരി വിനയ, എന്തായാലും ഇത് കൊച്ചിയിലാണ് ഇന്ന് നടന്നിരിക്കുന്നത്. എയർഹോൺ പരിശോധന ശക്തമാക്കി. ഇനിയും വരും ദിവസങ്ങളിൽ എന്തായാലും കേരളത്തിലുടനീളം ഇത് കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ വിനയ? തീർച്ചയായും നേരത്തെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നത് കൊച്ചിയിൽ നിന്നാണെന്ന് മാത്രം. ഈ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ പരിശോധന നടത്തിയതിലാണ് ഈ 4 ലക്ഷത്തിലധികം എയർഹോണുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നത്. ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഓരോ ജില്ലകളിലെയും കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഓരോ ജില്ലകളിലെയും കണക്ക് പുറത്തു വരുമ്പോൾ എത്രത്തോളം എയർഹോണുകൾ പിടിച്ചെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊച്ചിയിൽ പിടിച്ചെടുത്ത എയർഹോണുകളാണ് MVDയുടെ നേതൃത്വത്തിൽ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഗതാഗത മന്ത്രി അല്ലെങ്കിൽ വീണ്ടും MVD പഴയ നിലയിലേക്ക് പോകുന്നു. ഈ പ്രധാനമായും ഈ എയർഹോൺ വിമുക്ത സംസ്ഥാനം എന്ന രീതിയിലേക്ക് വീണ്ടും പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ എല്ലാ വാഹനങ്ങളിലും അന്തർ സംസ്ഥാന വാഹനങ്ങളിലടക്കം തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ അന്തർ സംസ്ഥാന
സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളിലാണ് ഈ എയർ ഹോണുകൾ കൂടുതലായും ഘടിപ്പിക്കുന്നതെന്നാണ് MVD അടക്കം വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിലാണ്, അന്തർ സംസ്ഥാന വാഹനങ്ങളിലാണ് പ്രധാനമായും പരിശോധന MVDയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഈ പരിശോധന ശക്തമായി നടക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിലാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് MVDയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള കൊച്ചിയിൽ എയർഹോൺ പരിശോധന ശക്തമാക്കുന്നു. അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം MVD പരിശോധിക്കുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്ത എയർഹോൺ റോഡ് റോളർ ഉപയോഗിച്ചാണ് ഇപ്പോൾ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി കേരളത്തിലുടനീളം എന്തായാലും ഇങ്ങനെ ഒരു പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും തീരുമാനം. എന്തായാലും എയർഹോൺ പരിശോധന കൊച്ചിയിൽ ഇന്ന് ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് വിനയ രാജാണ്.